ഹരേ കൃഷ്ണ. സമ്പാദിക്ക് ചിറക് നഷ്ടപ്പെട്ട കഥയാണ് ഞാനിവിടെ പറയുന്നത്. സമ്പാദി ഹനുമാനോട് കഥ പറയുവാൻ തുടങ്ങി. ഒരിക്കൽ ഞാനും എൻ്റെ അനുജൻ ജടായുവും കൂടി ഒരു മത്സരത്തിലേർപ്പെട്ടു. അതുപ്രകാരം ഞങ്ങൾ ഇരുവരും സൂര്യനെ ലക്ഷ്യമാക്കി പറന്നു. സൂര്യനോടടുത്തപ്പോൾ ജടായു ചൂടേറ്റ് തളർന്നു. അത് കണ്ടു ഞാൻ ചിറക് വിരിച്ച് അവനെ മറച്ചു. ചിറക് കരിഞ്ഞു ഞാൻ ഈ വിന്ധ്യാപർവ്വതത്തിൽ വീഴുകയും ചെയ്തു. രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടു പോയപ്പോൾ ജടായു തടയുകയും രാവണൻ ജടായുവിൻ്റെ ചിറക് മുറിക്കുകയും ചെയ്തു. പിന്നീട് നിശാകരൻ എന്ന മുനിയെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം പറഞ്ഞു. അപ്പോൾ മുനി പറഞ്ഞു, സമ്പാദി, നീ വിഷമിക്കേണ്ട കാര്യമില്ല. വാനരന്മാർ സീത അന്വേഷണാർത്ഥം ദണ്ഡകാരണ്യത്തിലെത്തുമ്പോൾ നീ അവർക്ക് സീതാദേവിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നിന്റെ ചിറകുകൾ മുളയ്ക്കും. അവരെ നീ ഇവിടെ തന്നെ കാത്തിരിക്കണം. വാനരശ്രേഷ്ഠന്മാരെ, അദ്ദേഹം പറഞ്ഞതെല്ലാം ഇപ്പോൾ സത്യമായി ഭവിച്ചു. എനിക്ക് ചിറകുകൾ മുളച്ചു, ശരീരശേഷിയും സിദ്ധിച്ചിരിക്കുന്നു. സീത അന്വേഷണത്തിൽ ഇറങ്ങിയിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. ഞാൻ തന്നെ മഹേന്ദ്രഗിരി ശൃംഖത്തിൽ പറന്നു ചെന്ന് ലങ്കയെ സശ്രദ്ധം നിരീക്ഷിച്ച് അവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞു വരാം. പക്ഷിശ്രേഷ്ഠ, ഞങ്ങൾക്ക് സന്തോഷമായി. തക്ഷണം മഹേന്ദ്രഗിരി ശൃംഖത്തിൽ പറന്നെത്തിയ സമ്പാദി ദക്ഷിണ സാഗര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ലങ്കാനഗരം വീക്ഷിച്ചതിന് ശേഷം മടങ്ങി വന്നു വാനരവീരന്മാരെ ഇങ്ങനെ അറിയിച്ചു. വാനരശ്രേഷ്ഠന്മാരെ, സീതാദേവി ലങ്കാനഗരത്തിലെ അശോകവനത്തിൽ ശിംശുഭ വൃക്ഷച്ചുവട്ടിൽ രാക്ഷസന്മാരുടെ അകമ്പടിയോട് വസിക്കുന്നു. അത് കേട്ട് വാനരപ്പട ആനന്ദ നൃത്തം ചവിട്ടി. മർക്കടന്മാരെ, സന്തോഷിക്കാറായില്ല. ഏകദേശം 900 മൈൽ ദൂരം ചടിക്കടന്ന് വേണം ലങ്കയിലെത്താം. 100 യോജനയോ? അതെ, 100 യോജന ദൂരം ചാടിക്കടന്ന് ലങ്കാ നഗരത്തിലെത്താൻ ശക്തിയുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒറ്റച്ചാട്ടത്തിന് ലങ്കയിലെത്തി സീതാദേവിയെ ദർശിച്ച് സമാധാനിപ്പിക്കുവാനും ശ്രീരാമ സന്ദേശം അറിയിക്കുവാനും സാധിക്കും. ഈശ്വര കൃപ കൊണ്ട് നിങ്ങൾക്കത് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ സമുദ്രത്തെ ചാടിക്കടക്കുക എന്ന് ദുഷ്കരമായ കൃത്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ മർക്കടന്മാർ ദുഃഖിതരായി തീർന്നു. രാവണനെ സമുദ്രങ്ങൾ തോറും ചാടിച്ച ബാലിയുടെ പുത്രനായ അങ്കദകുമാരനു പോലും ആ സമുദ്രം തരണം ചെയ്യാനുള്ള കരുത്തും ഉണ്ടായില്ല. ഹരേ കൃഷ്ണ. ബാക്കി അടുത്ത ഭാഗത്ത്.